ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ RSS രൂപം കൊണ്ടത് നാഗ്പൂരിലെ ഒരു കൊച്ചു വീട്ടിലാണ്. ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന ഡോക്ടർ ജിയുടെ വീട്ടിൽ. അന്ന് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ദർശനം, അദ്ദേഹം അതിൻ്റെ ആവശ്യകത മനസ്സിൽ കണ്ട് രൂപം കൊടുത്ത കൊച്ചു സംഘടന, അതിൻ്റെ പേരാണ് RSS. ആ വീടിന്ന് ഗവേഷകർക്ക് ചരിത്ര സ്മാരകമാണ്, സ്വയം സേവകർക്കാവട്ടെ തീർത്ഥാടന കേന്ദ്രവും. കാണാം. ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ജനം TV പ്രേക്ഷകരെ ഇന്ന് കൊണ്ടുപോകുന്നത്. അതെ, ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ജനിച്ച വീട്, അതിൻ്റെ കാഴ്ചകളിലേക്ക്. പഴയതെങ്കിലും പാരമ്പര്യം വിളിച്ചോതുന്നതും ശില്പചാരുത നിറഞ്ഞതും സന്ദർശകരെ ആകർഷിക്കുന്നതുമായ വീട്, ഭാരത ചരിത്രത്തിലെ സുപ്രധാന സംഭവത്തിന് സാക്ഷിയായ സ്ഥലം. വീടിന്റെ മനോഹരമായ രൂപകൽപ്പനയും സമാധാനപരമായ അന്തരീക്ഷവും ഹൃദ്യം. ഉമ്മറം കഴിഞ്ഞ് നമ്മൾ അകത്തേക്കെത്തിയാൽ കാണുന്നത് ഈ ചെറിയ സ്വീകരണ മുറിയാണ്. ഈ സ്വീകരണ മുറി ചരിത്രപരമായ പല തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച, പല തീരുമാനങ്ങളെടുത്ത ഒരു സ്ഥലം കൂടിയാണ് എന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരും. ഇവിടെ നിന്നും അകത്തേക്ക് പോയാൽ ഡോക്ടർ ജിയുടെ ആ പഴയ വീട്ടിലെ അടുക്കള നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാഴ്ചയിലേക്ക് പോകും. സ്വീകരണ മുറിയിൽ ഒരു കയറ്റുകട്ടിലും കസേരയും മറ്റു ചില വസ്തുക്കളും കാണാം. വൃത്തിയോടെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടം കടന്ന് ഉള്ളിലേക്ക് പോയാൽ അടുക്കള. പഴയകാല മറാഠ വീടുകളുടെ തനിമ അതുപോലെ നിലനിർത്തിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഭാവി എന്താകണമെന്ന് നിർണയിച്ച ഒരു സ്ഥലത്തേക്കാണ് ഈ ഇടുങ്ങിയ വഴി നമ്മെ നയിക്കുന്നത്. അത് എന്താണെന്നല്ലേ, വരും. ചെന്നു കയറുന്ന മുറികൾക്ക് പറയാനുള്ളത് ത്രസിപ്പിക്കുന്ന ചരിത്രമാണ്. സംഘം ആരംഭിക്കാൻ ആദ്യ തീരുമാനമെടുത്ത മുറി, ഡോക്ടർ ജി നേതൃത്വം നൽകിയ അനവധി യോഗങ്ങൾക്ക് വേദിയായ മറ്റൊരു മുറി. കാഴ്ചകൾ ധാരാളം. പതിനേഴ് പേരുമായി ഡോക്ടർ ജി സംഘം ആരംഭിക്കാൻ തീരുമാനമെടുത്ത അതേ മുറിയിലാണ് ഞാനുള്ളത്. ഈ രാജ്യത്തിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ച തീരുമാനമെടുത്തത് ഈ കുഞ്ഞു മുറിയിൽ നിന്നാണ്. 1925 RSS രൂപീകരിച്ച വേളയിൽ പങ്കെടുത്ത 17 പ്രധാന വ്യക്തികളുടെ പേരുകൾ ഇവിടെ കാണാം. RSS രൂപീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കളും രേഖകളും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. RSSന്റെ തുടക്കവും വളർച്ചയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് ഒരു ജാലകമാണ് ഈ കൊച്ചു വീട്. ിലധികം പരിവാർ സംഘടനകളുമായി 156 രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച സംഘടന. അതിന് ആരംഭം കുറിച്ചതാകട്ടെ ഈ കുഞ്ഞു വീട്ടിൽ നിന്നും. അതിന് കാരണക്കാരനായ സംഘസ്ഥാപകന് സ്മരണാഞ്ജലികൾ. ടീം ജനം, നാഗ്പൂർ.